ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കേരള സർക്കാരിൻ്റെ PSC ഇപ്പോൾ നിരവധി തസ്തികകളിലേക്ക് ഒഴിവുകൾ പുറപ്പെടുവിച്ചിരിക്കുകയാണ്. ഏതൊക്കെ തസ്തികകളിലേക്കാണ് ഒഴിവുകൾ വന്നിരിക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ള വിശദീകരണമാണ് ഈ വീഡിയോയിൽ വിശദീകരിക്കുന്നത്. ഇതുപോലുള്ള കേരള സർക്കാരിൻ്റെയും കേന്ദ്ര സർക്കാരിൻ്റെയും ജോലികളെക്കുറിച്ച് നിങ്ങൾക്ക് അറിയുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, താഴെ കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ഗവൺമെൻറ് ജോലികളെക്കുറിച്ചുള്ള നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. വെൽക്കം ടു JFT ചാനൽ. ഒന്നാമത്തെ തസ്തിക, അതിൻ്റെ കാറ്റഗറി നമ്പർ പറയാം. 186/2020. ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പേര് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻ്റ് ആണ്. തസ്തികയുടെ പേര് പാർട്ട് ടൈം ഹൈസ്കൂൾ ടീച്ചർ തസ്തികയിലേക്കാണ് ഒഴിവ് വന്നിരിക്കുന്നത്. മലയാളം ടീച്ചർ ഒഴിവാണ് വന്നിരിക്കുന്നത്. ഒരു വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. മാസത്തിൽ ലഭിക്കുന്ന ശമ്പളം 19,000 രൂപ മുതൽ 43,600 രൂപ വരെ മാസത്തിൽ ശമ്പളമായിട്ട് കയ്യിൽ ലഭിക്കുന്നതാണ്. പ്രായപരിധി പറഞ്ഞിരിക്കുന്നത് 18 വയസ്സ് മുതൽ 43 വയസ്സ് വരെ ഉള്ളവർക്ക് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അപേക്ഷിക്കുന്നവർക്കുള്ള ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് ഡിഗ്രി ഇൻ മലയാളം അല്ലെങ്കിൽ ഗ്രാജുവേഷൻ ഇൻ മലയാളം. പിന്നെ BEd പഠിച്ചവർക്കോ അല്ലെങ്കിൽ BT പഠിച്ചിട്ടുള്ളവർക്കോ ഇതിലേതെങ്കിലുമൊക്കെ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് ഈ പറഞ്ഞ പാർട്ട് ടൈം ഹൈസ്കൂൾ ടീച്ചർ മലയാളം തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് ഡിസംബർ മാസം 2-ാം തീയതി വരെയാണ്. അപ്പോൾ യോഗ്യരായിട്ടുള്ളവർ ഈ ജോലിക്ക് വേണ്ടി അപേക്ഷിക്കുക. അടുത്ത തസ്തികയുടെ കാറ്റഗറി നമ്പർ പറയാം. 185/2020. ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പേര് അനിമൽ ഹസ്ബൻഡറി. തസ്തികയുടെ പേര് ലൈവ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ ഗ്രേഡ് 2, പോൾട്രി അസിസ്റ്റൻറ്റ്, മിൽക്ക് റെക്കോർഡർ, സ്റ്റോർ കീപ്പർ, എന്യൂമറേറ്റർ, ഓപ്പൺ മാർക്കറ്റ്. ഇതാണ് തസ്തികയുടെ പേര്. ടോട്ടലായിട്ട് ഒഴിവ് വന്നിരിക്കുന്നത് 2 ഒഴിവുകളാണ് ഈ തസ്തികകളിലേക്ക് വന്നിരിക്കുന്നത്. ജോലി ലഭിക്കുകയാണെങ്കിൽ മാസത്തിൽ ലഭിക്കുന്ന ശമ്പളം സ്റ്റാർട്ടിങ്ങിൽ തന്നെ 20,000 രൂപ മുതൽ 45,800 രൂപ വരെയാണ് മാസത്തിൽ ശമ്പളമായിട്ട് കയ്യിൽ ലഭിക്കുന്നത്. അപേക്ഷിക്കുന്നവർക്കുള്ള പ്രായപരിധി പറഞ്ഞിരിക്കുന്നത് 18 വയസ്സ് മുതൽ 39 വയസ്സ് വരെ ഉള്ളവർക്ക് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. വേണ്ടുന്ന ക്വാളിഫിക്കേഷൻ VHSC പഠിച്ചിരിക്കണം. അത് ലൈവ് സ്റ്റോക്ക് മാനേജ്മെൻറ്റ് മെയിൻ സബ്ജക്റ്റായിട്ട് VHSCയിൽ എടുത്തിരിക്കണം. അങ്ങനെയുള്ളവർക്ക് ഈ പറഞ്ഞ അനിമൽ ഹസ്ബൻഡറി എന്ന ഡിപ്പാർട്ട്മെൻറ്റ് തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് ഡിസംബർ മാസം 2-ാം തീയതി വരെയാണ്. അപ്പോൾ യോഗ്യരായിട്ടുള്ളവർ ഡിസംബർ മാസം 2-ാം തീയതിക്ക് മുമ്പ് തന്നെ ഈ ജോലിക്ക് വേണ്ടി അപേക്ഷിക്കുക. അടുത്ത തസ്തികയുടെ കാറ്റഗറി നമ്പർ പറയാം. 175/2020 മുതൽ 184/2020 വരെ. ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പേര് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻ്റ് ആണ്. തസ്തികയുടെ പേര് ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ അറബിക് തസ്തിക. അത് ഫുൾ ടൈം ആയിട്ടാണ് ജോലിക്ക് വേണ്ടി തിരഞ്ഞെടുക്കുന്നത്. ജോലി ലഭിക്കുകയാണെങ്കിൽ മാസത്തിൽ ലഭിക്കുന്ന ശമ്പളം സ്റ്റാർട്ടിങ്ങിൽ തന്നെ 25,200 രൂപ മുതൽ 54,000 രൂപ വരെയാണ് മാസത്തിൽ ശമ്പളമായിട്ട് കയ്യിൽ ലഭിക്കുന്നത്. അപേക്ഷിക്കുന്നവർക്കുള്ള പ്രായപരിധി പറഞ്ഞിരിക്കുന്നത് 18 വയസ്സ് മുതൽ 43 വയസ്സ് വരെ ഉള്ളവർക്ക് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അപേക്ഷിക്കുന്നവർക്കുള്ള ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് കേരളത്തിലെ അംഗീകൃത സ്ഥാപനത്തിൽ നിന്നുള്ള ഡിഗ്രി ഇൻ അറബിക്കിൽ ഉള്ളവർക്ക് അപേക്ഷിക്കാം. അതില്ല എങ്കിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ പ്രീ ഡിഗ്രിയിൽ പാർട്ട് 3 അറബിക്ക് സ്പെഷ്യൽ ഓപ്ഷനായിട്ട് എടുത്തിട്ടുള്ള വ്യക്തിക്ക് അപേക്ഷിക്കാം. അതില്ല എങ്കിൽ കേരള സർക്കാരിൻ്റെ ബോർഡ് ഓഫ് ഹയർ സെക്കൻഡറി എക്സാമിൽ +2 പാസ്സായിട്ടുള്ളവർ അത് പാർട്ട് 3 അറബിക്ക് സബ്ജക്റ്റ് ഓപ്ഷനായിട്ട് എടുത്ത വ്യക്തിയായിരിക്കണം. അങ്ങനെയുള്ളവർക്കും ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാം. അതില്ല എങ്കിൽ കേരള ഗവൺമെൻറ് എക്സാമിൻ്റെ 10-ാം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. അതിൽ പാർട്ട് 1 ആയിട്ടോ പാർട്ട് 2 ആയിട്ടോ അറബിക് ലാംഗ്വേജ് പഠിച്ച വ്യക്തിയായിരിക്കണം. അങ്ങനെയുള്ളവർക്ക് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഇതിൽ പല ക്വാളിഫിക്കേഷൻ പറഞ്ഞു. ഇതിലേതെങ്കിലും ഒരു ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് ഈ ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ അറബിക് തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് ഡിസംബർ മാസം 2-ാം തീയതി വരെയാണ്. അപ്പോൾ യോഗ്യരായിട്ടുള്ളവർ അതിനു മുമ്പ് തന്നെ ഈ ജോലിക്ക് വേണ്ടി അപേക്ഷിക്കുക. അടുത്ത തസ്തികയുടെ കാറ്റഗറി നമ്പർ പറയാം. 173/2020 മുതൽ 174/2020 വരെ. ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പേര് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ്. തസ്തികയുടെ പേര് ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ അറബിക് തസ്തികയിലേക്കാണ് ഒഴിവ് വന്നിരിക്കുന്നത്. അത് ഫുൾ ടൈം ജോബായിട്ടാണ് തിരഞ്ഞെടുക്കുന്നത്. മാസത്തിൽ ലഭിക്കുന്ന ശമ്പളം സ്റ്റാർട്ടിങ്ങിൽ തന്നെ 25,200 രൂപ മുതൽ
54,000 രൂപ വരെയാണ് മാസത്തിൽ ശമ്പളമായിട്ട് കയ്യിൽ ലഭിക്കുന്നത്. ഇതിന് ടോട്ടലായിട്ട് ഈ തസ്തികയിലേക്ക് ഒഴിവ് വന്നിരിക്കുന്നത് 39 ഒഴിവുകളാണ് ടോട്ടലായിട്ട് വന്നിരിക്കുന്നത്. നേരത്തെയും നമ്മുടെ അറബിക് ലാംഗ്വേജ് ടീച്ചർ തസ്തികയിലേക്ക് ഒഴിവ് വന്നിരുന്നു. അപ്പോൾ ഇതിലും കുറച്ച് ചെറിയ വ്യത്യാസമുണ്ട്. ഒന്ന്, പ്രായത്തിന് അതിന് 18 തൊട്ട് 43 വയസ്സ് വരെയാണ്. ഇതിനകത്ത് 18 തൊട്ട് 45 വയസ്സ് വരെയാണ് ഈ തസ്തികയ്ക്ക് പ്രായപരിധി പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിന് 39 ഒഴിവുകൾ ടോട്ടലായിട്ട് വന്നിട്ടുണ്ട്. അപേക്ഷിക്കുന്നവർക്കുള്ള ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് നേരത്തെ പറഞ്ഞ ലാംഗ്വേജ് ടീച്ചർ അറബിക് തസ്തികയ്ക്ക് പറഞ്ഞ ക്വാളിഫിക്കേഷൻ തന്നെയാണ് ഈ തസ്തികയ്ക്കും പറഞ്ഞിരിക്കുന്നത്. ക്വാളിഫിക്കേഷന് വ്യത്യാസമില്ല. അപ്പോൾ ആ ക്വാളിഫിക്കേഷൻ തന്നെയാണ്. യോഗ്യരായിട്ടുള്ളവർ എന്ത് ചെയ്യുക, ഈ ജോലിക്ക് വേണ്ടി അപേക്ഷിക്കുക. ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് ഡിസംബർ മാസം 2-ാം തീയതി വരെയാണ്. യോഗ്യരായിട്ടുള്ളവർ അതിനു മുമ്പ് തന്നെ ഈ ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ തസ്തികയിലേക്ക് അപേക്ഷിക്കുക. അടുത്ത തസ്തിക കാറ്റഗറി നമ്പർ പറയാം. 187/2020 മുതൽ 188/2020 വരെ. ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പേര് എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ്. തസ്തികയുടെ പേര് ഡ്രൈവർ തസ്തികയിലേക്കാണ് ഒഴിവ് വന്നിരിക്കുന്നത്. മാസത്തിൽ ലഭിക്കുന്ന ശമ്പളം സ്റ്റാർട്ടിങ്ങിൽ തന്നെ 19,000 രൂപ മുതൽ 43,600 രൂപ വരെ മാസത്തിൽ ശമ്പളമായിട്ട് കയ്യിൽ ലഭിക്കുന്നതാണ്. ഡ്രൈവർ തസ്തികയിലേക്ക് 2 ഒഴിവുകളാണ് ടോട്ടലായിട്ട് വന്നിരിക്കുന്നത്. അപേക്ഷിക്കുന്നവർക്കുള്ള പ്രായപരിധി പറഞ്ഞിരിക്കുന്നത് 21 വയസ്സ് മുതൽ 42 വയസ്സ് വരെ ഉള്ളവർക്ക് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നവർക്കുള്ള ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് 10ാം ക്ലാസ് പാസ്സായിരിക്കണം. അതിനോടൊപ്പം തന്നെ വാലിഡ് ഹെവി മോട്ടോർ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം. ഹെവി ഗുഡ്സ് ആൻഡ് ഹെവി പാസഞ്ചർ വെഹിക്കിൾ ആൻഡ് ഡ്രൈവേഴ്സ് ബാഡ്ജ് ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ളവർക്ക് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് ഡിസംബർ മാസം 2-ാം തീയതിയാണ്. യോഗ്യരായിട്ടുള്ളവർ അതിനു മുമ്പ് തന്നെ ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കുക. അടുത്ത തസ്തികയുടെ കാറ്റഗറി നമ്പർ പറയാം. 171/2020 മുതൽ 172/2020 വരെ. ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പേര് ഹെൽത്ത് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ്. തസ്തികയുടെ പേര് റീഹാബിലിറ്റേഷൻ ടെക്നീഷ്യൻ ഗ്രേഡ് 2 തസ്തികയിലേക്കാണ് ഒഴിവ് വന്നിരിക്കുന്നത്. ടോട്ടലായിട്ട് 2 ഒഴിവുകളാണ് ഈ തസ്തികയിലേക്ക് വന്നിരിക്കുന്നത്. അപേക്ഷിക്കുന്നവർക്കുള്ള പ്രായപരിധി പറഞ്ഞിരിക്കുന്നത് 18 വയസ്സ് മുതൽ 40 വയസ്സ് വരെ ഉള്ളവർക്ക് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. മാസത്തിൽ ലഭിക്കുന്ന ശമ്പളം 23,400 രൂപ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ശമ്പളമായിട്ട് ലഭിക്കും. ഹയസ്റ്റ് 48,000 രൂപ വരെയാണ് മാസത്തിൽ ശമ്പളമായിട്ട് കയ്യിൽ ലഭിക്കുന്നത്. ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നവർക്കുള്ള ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് മിനിമം 12ാം ക്ലാസ് പാസ്സായിരിക്കണം. പിന്നെ ടെക്നീഷ്യനായിട്ട് റീഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ പ്രോത്തോട്ടിക്സും ആൻഡ് ഓർത്തോട്ടിക്സിൻ്റെ കോഴ്സ് പഠിച്ചിരിക്കണം. അങ്ങനെയുള്ളവർക്ക് ഈ റീഹാബിലിറ്റേഷൻ ടെക്നീഷ്യൻ ഗ്രേഡ് 2 എന്ന തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇതിനും അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് ഡിസംബർ മാസം 2-ാം തീയതി വരെയാണ്. അപ്പോൾ യോഗ്യരായിട്ടുള്ളവർ ഈ ജോലിക്ക് വേണ്ടി അപേക്ഷിക്കുക. ഇനി പറയാൻ പോകുന്ന തസ്തികകൾക്കെല്ലാം ലാസ്റ്റ് ഡേറ്റ് ഡിസംബർ മാസം 2-ാം തീയതി വരെയാണ്. അതുകൊണ്ട് എല്ലാ തസ്തികകൾക്കും ഇനി ഞാൻ ഡേറ്റ് എടുത്ത് പറയത്തില്ല. ചില തസ്തികകൾക്ക് ഡേറ്റിന് വ്യത്യാസമുണ്ട്. അതിനുള്ള വ്യത്യാസമുള്ള ഡേറ്റ് മാത്രമേ ഇനി പറയത്തുള്ളൂ. അടുത്ത തസ്തികയുടെ കാറ്റഗറി നമ്പർ പറയാം. 167/2020 മുതൽ 170/2020 വരെ. ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പേര് കേരള ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ്. തസ്തികയുടെ പേര് ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. അത് സാൻസ്ക്രിപ്റ്റ് ആൻഡ് അറബിക് തസ്തികയിലേക്കാണ് ഒഴിവ് വന്നിരിക്കുന്നത്. അതിൻ്റെ പ്രായപരിധി ഈ തസ്തികയിലേക്ക് പറഞ്ഞിരിക്കുന്നത് 20 വയസ്സ് മുതൽ 43 വയസ്സ് വരെ ഉള്ളവർക്ക് ഈ പറഞ്ഞ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. മാസത്തിൽ ലഭിക്കുന്ന ശമ്പളം സ്റ്റാർട്ടിങ്ങിൽ തന്നെ 32,300 രൂപ മുതൽ 68,700 രൂപ വരെയാണ് മാസത്തിൽ ശമ്പളമായിട്ട് കയ്യിൽ ലഭിക്കുന്നത്. അപേക്ഷിക്കുന്നവർക്കുള്ള ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് കേരള സർക്കാരിൻ്റെ അംഗീകൃത സ്ഥാപനത്തിൽ നിന്നുള്ള മാസ്റ്റർ ഡിഗ്രി സാൻസ്ക്രിപ്റ്റിൽ 50% മാർക്കോടെ പാസ്സായ വ്യക്തിയായിരിക്കണം. അങ്ങനെയുള്ളവർക്ക് ഈ പറഞ്ഞ സ്കൂൾ ടീച്ചർ സാൻസ്ക്രിപ്റ്റ് ആൻഡ് അറബിക് തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അടുത്ത തസ്തികയുടെ കാറ്റഗറി നമ്പർ പറയാം. 163/2020 മുതൽ 166/2020 വരെ. ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പേര് കേരള ജനറൽ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ്. തസ്തികയുടെ പേര് ഡിവിഷണൽ അക്കൗണ്ട് തസ്തികയിലേക്കാണ് ഒഴിവ് വന്നിരിക്കുന്നത്. ജോലി ലഭിക്കുകയാണെങ്കിൽ മാസത്തിൽ ലഭിക്കുന്ന ശമ്പളം 35,700 രൂപ മുതൽ 75,600 രൂപ വരെയാണ് മാസത്തിൽ ശമ്പളമായിട്ട് കയ്യിൽ ലഭിക്കുന്നത്.
അപേക്ഷിക്കുന്നവർക്കുള്ള പ്രായപരിധി പറഞ്ഞിരിക്കുന്നത് 18 വയസ്സ് മുതൽ 39 വയസ്സ് വരെ ഉള്ളവർക്ക് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നവർക്കുള്ള ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് അംഗീകൃത സ്ഥാപനത്തിൽ നിന്നുള്ള ഡിഗ്രി ഉണ്ടായിരിക്കണം. അത് ഏത് ഡിഗ്രി ആയാലും കുഴപ്പമില്ല, ഡിഗ്രി ഉണ്ടായിരിക്കണം. അത് 2nd ക്ലാസ്സോടെ പാസ്സായിരിക്കണം. അങ്ങനെയുള്ളവർക്ക് ഡിവിഷണൽ അക്കൗണ്ട് എന്ന തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ യോഗ്യരായിട്ടുള്ളവർ ഈ ജോലിക്ക് വേണ്ടി അപേക്ഷിക്കുക. അടുത്ത തസ്തികയുടെ കാറ്റഗറി നമ്പർ പറയാം. 160/2020 മുതൽ 162/2020 വരെ. ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പേര് ഹെൽത്ത് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ്. തസ്തികയുടെ പേര് ജൂനിയർ കൺസൾട്ടൻറ്റ് അനസ്തേഷ്യ തസ്തികയിലേക്കാണ് ഒഴിവ് വന്നിരിക്കുന്നത്. മാസത്തിൽ ലഭിക്കുന്ന ശമ്പളം സ്റ്റാർട്ടിങ്ങിൽ തന്നെ 45,800 രൂപ മുതൽ 89,000 രൂപ വരെയാണ് മാസത്തിൽ ശമ്പളമായിട്ട് കയ്യിൽ ലഭിക്കുന്നത്. അപേക്ഷിക്കുന്നവർക്കുള്ള പ്രായപരിധി പറഞ്ഞിരിക്കുന്നത് 18 വയസ്സ് മുതൽ 45 വയസ്സ് വരെ ഉള്ളവർക്ക് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. വേണ്ടുന്ന ക്വാളിഫിക്കേഷൻ ഡിഗ്രി ഇൻ മോഡേൺ മെഡിസിൻ MBBS കംപ്ലീറ്റ് ചെയ്തിരിക്കണം. അതല്ലെങ്കിൽ അതിന് തത്തുല്യമായ യോഗ്യത. അതിനോടൊപ്പം തന്നെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രിയോ അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ കൺസേൺ സ്പെഷ്യാലിറ്റിയോ അല്ലെങ്കിൽ അതിന് തത്തുല്യമായ ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ നാഷണൽ ബോർഡ് ഇൻ കൺസേൺ സ്പെഷ്യാലിറ്റിയോ ഇതിലേതെങ്കിലും ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് ഈ പറഞ്ഞ ജൂനിയർ കൺസൾട്ടൻറ്റ് അനസ്തേഷ്യ എന്ന തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അടുത്ത തസ്തികയുടെ കാറ്റഗറി നമ്പർ പറയാം. 159/2020. ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പേര് മെഡിക്കൽ എഡ്യൂക്കേഷൻ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ്. തസ്തികയുടെ പേര് അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഇൻ ജനറൽ മെഡിസിൻ. ആ തസ്തികയിലേക്കാണ് ഒഴിവ് വന്നിരിക്കുന്നത്. ഒരു ഒഴിവാണ് വന്നിരിക്കുന്നത്. അപേക്ഷിക്കുന്നവർക്കുള്ള പ്രായപരിധി പറഞ്ഞിരിക്കുന്നത് 21 വയസ്സ് മുതൽ 49 വയസ്സ് വരെ ഉള്ളവർക്ക് ഈ പറഞ്ഞ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. വേണ്ടുന്ന ക്വാളിഫിക്കേഷൻ MD ജനറൽ മെഡിസിൻ പഠിച്ചവർക്കോ അല്ലെങ്കിൽ DNB ജനറൽ മെഡിസിനോ അല്ലെങ്കിൽ 3 വർഷത്തെ ടീച്ചിങ് എക്സ്പീരിയൻസ്, അത് മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യയിൽ ടീച്ചിങ് എക്സ്പീരിയൻസ് ഉള്ളവർക്കോ അല്ലെങ്കിൽ പെർമനൻറ്റ് രജിസ്ട്രേഷൻ അണ്ടർ സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിൽ, അതായത് ട്രാവൻകൂറോ കൊച്ചിൻ മെഡിക്കൽ കൗൺസിലോ ഇത് പെർമനൻ്റ് ആയിട്ട് രജിസ്ട്രേഷൻ ഉള്ളവർക്കോ അങ്ങനെയുള്ളവർക്ക് ഈ പറഞ്ഞ അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഇൻ ജനറൽ മെഡിസിൻ എന്ന തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അടുത്ത തസ്തികയുടെ കാറ്റഗറി നമ്പർ പറയാം. 158/2020. ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പേര് ലീഗൽ മെട്രോളജി ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ്. തസ്തികയുടെ പേര് സീനിയർ ഇൻസ്പെക്ടർ തസ്തികയിലേക്കാണ് ഒഴിവ് വന്നിരിക്കുന്നത്. ഒരു ഒഴിവാണ് ഈ തസ്തികയിലേക്ക് വന്നിരിക്കുന്നത്. ജോലി ലഭിക്കുകയാണെങ്കിൽ മാസത്തിൽ ലഭിക്കുന്ന ശമ്പളം സ്റ്റാർട്ടിങ്ങിൽ തന്നെ 35,700 രൂപ മുതൽ 75,600 രൂപ വരെയാണ് മാസത്തിൽ ശമ്പളമായിട്ട് കയ്യിൽ ലഭിക്കുന്നത്. അപേക്ഷിക്കുന്നവർക്കുള്ള പ്രായപരിധി 18 വയസ്സ് മുതൽ 41 വയസ്സ് വരെ ഉള്ളവർക്ക് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. വേണ്ടുന്ന ക്വാളിഫിക്കേഷൻ കേരളത്തിലെ ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള ഗ്രാജുവേറ്റ് ചെയ്ത വ്യക്തിയായിരിക്കണം. അത് ഗ്രാജുവേറ്റ് സയൻസ് സബ്ജക്റ്റിൽ ഗ്രാജുവേറ്റ് ചെയ്ത വ്യക്തിയായിരിക്കണം. ഫിസിക്സ് അങ്ങനെയുള്ള സബ്ജക്റ്റുകളിലൊക്കെ പഠിച്ച വ്യക്തിയായിരിക്കണം. അതില്ല എങ്കിൽ BTech പഠിച്ചിട്ടുള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ്. ഇതിൽ ഏതെങ്കിലും ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് ഈ സീനിയർ ഇൻസ്പെക്ടർ എന്ന തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇത് റിസർവേഷൻ തസ്തികയാണ്. ഇതിലേക്ക് SC ST വിഭാഗക്കാർക്ക് മാത്രമേ ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ യോഗ്യരായിട്ടുള്ളവർ ഈ ജോലിക്ക് വേണ്ടി അപേക്ഷിക്കുക. അടുത്ത തസ്തികയുടെ കാറ്റഗറി നമ്പർ പറയാം. 157/2020. ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പേര് നാഷണൽ കാഡറ്റ് ക്രോപ്സിലേക്കാണ്. തസ്തികയുടെ പേര് ഫരിയർ തസ്തികയിലേക്കാണ്. ജോലി ലഭിക്കുകയാണെങ്കിൽ മാസത്തിൽ ലഭിക്കുന്ന ശമ്പളം സ്റ്റാർട്ടിങ്ങിൽ തന്നെ 16,500 രൂപ മുതൽ 35,700 രൂപ വരെയാണ് മാസത്തിൽ ശമ്പളമായിട്ട് കയ്യിൽ ലഭിക്കുന്നത്. ഒരു വേക്കൻസിയാണ് ഈ തസ്തികയിലേക്ക് വന്നിരിക്കുന്നത്. അത് തൃശ്ശൂരാണ് ആ ഒഴിവ് വന്നിരിക്കുന്നത്. അപേക്ഷിക്കുന്നവർക്കുള്ള പ്രായപരിധി പറഞ്ഞിരിക്കുന്നത് 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെ ഉള്ളവർക്ക് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. വേണ്ടുന്ന ക്വാളിഫിക്കേഷൻ മിനിമം 7ാം ക്ലാസ് യോഗ്യത ഉണ്ടായിരിക്കണം. പിന്നെ ഈ ഹോഴ്സ്, അതായത് കുതിരയെ പരിചരിച്ചിട്ടുള്ള കഴിവുണ്ടായിരിക്കണം. ആർമിയിലോ സിവിലിലോ അങ്ങനെ ഏതെങ്കിലും ഫീൽഡിൽ പരിചരണം ചെയ്തിട്ടുള്ള കഴിവുണ്ടായിരിക്കണം. അപ്പോൾ അങ്ങനെയുള്ളവർക്കാണ് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ പറ്റുന്നത്. ഇത് എക്സ് സർവീസ് മാൻ്റെ തസ്തികയാണ്. അവർക്ക് മാത്രമേ ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ പറ്റുകയുള്ളൂ. അടുത്ത തസ്തികയുടെ കാറ്റഗറി നമ്പർ പറയാം. 156/2020. ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പേര് ഹെൽത്ത് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ്. തസ്തികയുടെ പേര് ട്രീറ്റ്മെൻറ്റ് ഓർഗനൈസേഷൻ ഗ്രേഡ് 2. ഈ തസ്തികയിലേക്കാണ് ഒഴിവ് വന്നിരിക്കുന്നത്. ഒഴിവ് വന്നിരിക്കുന്നത് കേരളത്തിൽ തന്നെ ട്രിവാൻഡ്രത്ത് 3 ഒഴിവ്, എറണാകുളത്ത് 1 ഒഴിവ്, തൃശ്ശൂർ 1, പാലക്കാട് 1, വയനാട് 1,
കണ്ണൂർ 3 എന്നീ ഈ ജില്ലകളിലേക്കൊക്കെയാണ് ഒഴിവ് വന്നിരിക്കുന്നത്. ജോലി ലഭിക്കുകയാണെങ്കിൽ മാസത്തിൽ ലഭിക്കുന്ന ശമ്പളം സ്റ്റാർട്ടിങ്ങിൽ തന്നെ 19,000 രൂപ മുതൽ 43,600 രൂപ വരെയാണ് മാസത്തിൽ ശമ്പളമായിട്ട് കയ്യിൽ ലഭിക്കുന്നത്. പ്രായപരിധി 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെ ഉള്ളവർക്ക് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. വേണ്ടുന്ന ക്വാളിഫിക്കേഷൻ മിനിമം 12ാം ക്ലാസ് യോഗ്യത ഉണ്ടായിരിക്കണം. അത് പ്രീ ഡിഗ്രി പഠിച്ചവരായാലും കുഴപ്പമില്ല. ഹയർ സെക്കൻഡറി കോഴ്സ് 12ാം ക്ലാസ് പഠിച്ചിട്ടുള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ്. പിന്നെ ടെക്നീഷ്യൻ എ പാസ് ഇൻ ടി ബി കോഴ്സ് പഠിച്ചിട്ടുള്ള വ്യക്തിയായിരിക്കണം. ഈ യോഗ്യത ഉള്ളവർക്ക് കേരള സർക്കാരിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഓർഗനൈസേഷൻ ഗ്രേഡ് 2 എന്ന തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അടുത്ത കാറ്റഗറി നമ്പർ പറയാം. 155/2020. ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പേര് ഇൻഷുറൻസ് മെഡിക്കൽ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ്. തസ്തികയുടെ പേര് ഫാർമസിസ്റ്റ് ഗ്രേഡ് 2 തസ്തികയിലേക്കാണ് ഒഴിവ് വന്നിരിക്കുന്നത്. അത് ട്രിവാൻഡ്രത്ത് 1, പത്തനംതിട്ട 1, ഇടുക്കിയിൽ 1, എറണാകുളത്ത് 1, കോഴിക്കോട് 2 ഈ 5 ജില്ലകളിലേക്കാണ് ഒഴിവ് വന്നിരിക്കുന്നത്. ജോലി ലഭിക്കുകയാണെങ്കിൽ മാസത്തിൽ ലഭിക്കുന്ന ശമ്പളം 22,200 രൂപ മുതൽ 48,000 രൂപ വരെയാണ് മാസത്തിൽ ശമ്പളമായിട്ട് കയ്യിൽ ലഭിക്കുന്നത്. പ്രായപരിധി പറഞ്ഞിരിക്കുന്നത് 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെ ഉള്ളവർക്ക് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. വേണ്ടുന്ന ക്വാളിഫിക്കേഷൻ മിനിമം 12ാം ക്ലാസ് യോഗ്യതയാണ്. അത് പ്രീ ഡിഗ്രി പഠിച്ചിട്ടുള്ളവർക്കും അപേക്ഷിക്കാം. ഹയർ സെക്കൻഡറി ആയിട്ട് +2 പഠിച്ചിട്ടുള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ്. അത് സയൻസ് സബ്ജക്റ്റിലായിരിക്കണം പാസ്സായിരിക്കേണ്ടത്. അതിനോടൊപ്പം തന്നെ ഡിപ്ലോമ ഇൻ ഫാർമസി കോഴ്സ് പഠിച്ചിട്ടുണ്ടായിരിക്കണം. കേരള സ്റ്റേറ്റ് ഫാർമസി കൗൺസിൽ രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ളവർക്ക് ഈ ഫാർമസിസ്റ്റ് ഗ്രേഡ് 2 എന്ന തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അടുത്ത കാറ്റഗറി നമ്പർ 154/2020. ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പേര് മലബാർ സിമൻറ്റ് ലിമിറ്റഡ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ്. തസ്തികയുടെ പേര് അസിസ്റ്റൻറ്റ് ടെസ്റ്റർ തസ്തികയിലേക്കാണ് ഒഴിവ് വന്നിരിക്കുന്നത്. ഒരു ഒഴിവാണ് ഈ തസ്തികയിലേക്ക് വന്നിരിക്കുന്നത്. പ്രായപരിധി 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം. വേണ്ടുന്ന ക്വാളിഫിക്കേഷൻ മിനിമം 12ാം ക്ലാസ് യോഗ്യതയാണ്. പിന്നെ ഈ ടെസ്റ്റിംഗ് ഫീൽഡിനെ കുറിച്ചുള്ള 3 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥാപനങ്ങളിൽ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഇൻഡസ്ട്രിയൽ ആയിട്ടുള്ള സ്ഥാപനങ്ങളിൽ ടെസ്റ്റിംഗ് ചെയ്തുള്ള ഏതെങ്കിലും എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഈ പറഞ്ഞ അസിസ്റ്റൻറ്റ് ടെസ്റ്റർ എന്ന തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അടുത്ത കാറ്റഗറി 153/2020. ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പേര് ട്രാക്കോ കേബിൾ കമ്പനി ലിമിറ്റഡ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ്. തസ്തികയുടെ പേര് ഡ്രൈവർ കം വെഹിക്കിൾ ക്ലീനർ ഗ്രേഡ് 3 എന്ന തസ്തികയിലേക്കാണ് ഒഴിവ് വന്നിരിക്കുന്നത്. 4 ഒഴിവുകളാണ് ഈ തസ്തികയിലേക്ക് വന്നിരിക്കുന്നത്. പ്രായപരിധി 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെയാണ്. വേണ്ടുന്ന ക്വാളിഫിക്കേഷൻ മിനിമം 10ാം ക്ലാസ് യോഗ്യത ഉണ്ടായിരിക്കണം. പിന്നെ വാലിഡ് ആയിട്ടുള്ള ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം. പിന്നെ ഹെവി ഗുഡ് വെഹിക്കിൾ ആൻഡ് ഡ്രൈവിംഗ് ബാഡ്ജ് ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ളവർക്ക് ഈ പറഞ്ഞ ഡ്രൈവർ കം വെഹിക്കിൾ ക്ലീനർ ഗ്രേഡ് 3 എന്ന തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. സാലറി പറഞ്ഞിരിക്കുന്നത് സ്റ്റാർട്ടിങ്ങിൽ 6,515 രൂപ മുതൽ 10,400 രൂപ വരെയാണ് മാസത്തിൽ ശമ്പളമായിട്ട് കയ്യിൽ ലഭിക്കുന്നത്. അടുത്ത കാറ്റഗറി നമ്പർ 152/2020. ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പേര് ട്രാക്കോ കേബിൾ കമ്പനി ലിമിറ്റഡ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ്. തസ്തികയുടെ പേര് ഫാർമസിസ്റ്റ് കം ഡ്രസ്സർ ഗ്രേഡ് 3 എന്ന തസ്തികയിലേക്കാണ് ഒഴിവ് വന്നിരിക്കുന്നത്. ഒരു ഒഴിവാണ് വന്നിരിക്കുന്നത്. വേണ്ടുന്ന ക്വാളിഫിക്കേഷൻ DPharm പഠിച്ചിട്ടുള്ളവർക്ക് 2 വർഷത്തെ DPharm കോഴ്സ് പഠിച്ചിട്ടുള്ളവർക്കും അത് 60% മാർക്കോടെ പാസ്സായിരിക്കണം. പിന്നെ ഫാർമസി കൗൺസിൽ രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ളവർക്ക് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. വേണ്ടുന്ന പ്രായപരിധി പറഞ്ഞിരിക്കുന്നത് 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം. മാസ ശമ്പളം സ്റ്റാർട്ടിങ്ങിൽ 6,515 രൂപ മുതൽ 10,400 രൂപ വരെയാണ് മാസത്തിൽ ശമ്പളമായിട്ട് കയ്യിൽ ലഭിക്കുന്നത്. അടുത്ത കാറ്റഗറി നമ്പർ 151/2020. ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പേര് കേരള ടൂറിസം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ്. തസ്തികയുടെ പേര് സ്റ്റെനോഗ്രാഫർ തസ്തികയിലേക്കാണ് ഒഴിവ് വന്നിരിക്കുന്നത്. ഒരു ഒഴിവാണ് ഈ തസ്തികയിലേക്ക് വന്നിരിക്കുന്നത്. വേണ്ടുന്ന ക്വാളിഫിക്കേഷൻ മിനിമം 12ാം ക്ലാസ് യോഗ്യത ഉണ്ടായിരിക്കണം. ടൈപ്പ് റൈറ്റിംഗ് അറിഞ്ഞിരിക്കണം. മലയാളവും ഇംഗ്ലീഷും ടൈപ്പ് റൈറ്റിംഗ് അറിഞ്ഞിരിക്കണം. പിന്നെ കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിങ്ങിനെ കുറിച്ച്, അതായത് കമ്പ്യൂട്ടറിൻ്റെ വർക്ക് ചെയ്യാനുള്ള കഴിവുകളെക്കുറിച്ചുള്ള സ്കില്ലൊക്കെ അറിഞ്ഞിരിക്കണം. പിന്നെ ലോവർ ഗ്രേഡ് സർട്ടിഫിക്കറ്റ്, അതായത് ഷോർട്ട് ഹാൻഡ് മലയാളം ആൻഡ് ഇംഗ്ലീഷ് അറിഞ്ഞിരിക്കണം. അങ്ങനെയുള്ളവർക്ക് ഈ സ്റ്റെനോഗ്രാഫർ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. മാസത്തിൽ ലഭിക്കുന്ന ശമ്പളം സ്റ്റാർട്ടിങ്ങിൽ തന്നെ 9,940 രൂപ മുതൽ 16,580 രൂപ വരെയാണ് മാസത്തിൽ ശമ്പളമായിട്ട് കയ്യിൽ ലഭിക്കുന്നത്. പ്രായപരിധി 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെയുള്ളവർക്ക് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്.
അടുത്ത കാറ്റഗറി നമ്പർ പറയാം. 150/2020. ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പേര് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഹൗസിംഗ് ഫെഡറേഷൻ ലിമിറ്റഡ് എന്ന ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ്. തസ്തികയുടെ പേര് ജൂനിയർ ക്ലർക്ക് തസ്തികയിലേക്കാണ് ഒഴിവ് വന്നിരിക്കുന്നത്. ശമ്പളം ലഭിക്കുകയാണെങ്കിൽ മാസത്തിൽ സ്റ്റാർട്ടിങ് തന്നെ 11,770 രൂപ മുതൽ 28,670 രൂപ വരെയാണ് മാസത്തിൽ ശമ്പളമായിട്ട് കയ്യിൽ ലഭിക്കുന്നത്. പ്രായപരിധി പറഞ്ഞിരിക്കുന്നത് 18 വയസ്സ് മുതൽ 50 വയസ്സ് വരെ ഉള്ളവർക്ക് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. വേണ്ടുന്ന ക്വാളിഫിക്കേഷൻ: അംഗീകൃത സ്ഥാപനത്തിൽ നിന്നുള്ള ഡിഗ്രി ഉണ്ടായിരിക്കണം. HDCയിലോ അല്ലെങ്കിൽ HDC ആൻഡ് BMലോ അല്ലെങ്കിൽ JDC അല്ലെങ്കിൽ BCom വിത്ത് കോർപ്പറേഷനിലോ അല്ലെങ്കിൽ BSc കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ്ങിലോ ഇതിലേതെങ്കിലും ഒരു ഡിഗ്രി ഉണ്ടായിരിക്കണം. 3 വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം. അത് ഏതെങ്കിലും അംഗീകൃത മെമ്പർ സൊസൈറ്റി അഫിലിയേറ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും സ്ഥാപനങ്ങളിൽ പ്രവൃത്തി പരിചയമുള്ളവർക്ക് ജൂനിയർ ക്ലർക്ക് തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അടുത്ത കാറ്റഗറി നമ്പർ 149/2020. ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പേര് അപ്പെക്സ് സയൻറ്റിസ്റ്റ് ഓഫ് കോപ്പറേറ്റീവ് സെക്ടർ ഇൻ കേരള. ഈ ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ്. തസ്തികയുടെ പേര് ജൂനിയർ ക്ലർക്ക് തസ്തികയിലേക്കാണ് ഒഴിവ് വന്നിരിക്കുന്നത്. ടോട്ടലായിട്ട് 7 ഒഴിവുകളാണ് ഈ തസ്തികയിലേക്ക് വന്നിരിക്കുന്നത്. മാസത്തിൽ ലഭിക്കുന്ന ശമ്പളം സ്റ്റാർട്ടിങ്ങിൽ തന്നെ 11,770 രൂപ മുതൽ 28,670 രൂപ വരെയാണ് മാസത്തിൽ ശമ്പളമായിട്ട് കയ്യിൽ ലഭിക്കുന്നത്. പ്രായപരിധി പറഞ്ഞിരിക്കുന്നത് 18 വയസ്സ് മുതൽ 40 വയസ്സ് വരെ ഉള്ളവർക്ക് ഈ പറഞ്ഞ ജൂനിയർ ക്ലർക്ക് തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. വേണ്ടുന്ന ക്വാളിഫിക്കേഷൻ: അംഗീകൃത സ്ഥാപനത്തിൽ നിന്നുള്ള ഡിഗ്രി ഉണ്ടായിരിക്കണം. HDCയിലോ അല്ലെങ്കിൽ HDC ആൻഡ് BMലോ JDCയിലോ അല്ലെങ്കിൽ BCom വിത്ത് കോർപ്പറേഷനിലോ അല്ലെങ്കിൽ BSc കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ്ങിലോ. അപ്പോൾ ഇതിലേതെങ്കിലും ഡിഗ്രി ഉള്ളവർക്ക് ഈ പറഞ്ഞ ജൂനിയർ ക്ലർക്ക് എന്ന തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അടുത്ത തസ്തികയുടെ കാറ്റഗറി നമ്പർ പറയാം. 148/2020. ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പേര് സ്റ്റീൽ ഇൻഡസ്ട്രിയൽ കേരള ലിമിറ്റഡ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ്. തസ്തികയുടെ പേര് പിയൂൺ തസ്തികയിലേക്കാണ് ഒഴിവ് വന്നിരിക്കുന്നത്. ഒരു ഒഴിവാണ് ഈ തസ്തികയിലേക്ക് വന്നിരിക്കുന്നത്. മാസത്തിൽ ലഭിക്കുന്ന ശമ്പളം സ്റ്റാർട്ടിങ്ങിൽ തന്നെ 12,000 രൂപ മുതൽ 15,250 രൂപ വരെയാണ് മാസത്തിൽ ശമ്പളമായിട്ട് കയ്യിൽ ലഭിക്കുന്നത്. പ്രായപരിധി പറഞ്ഞിരിക്കുന്നത് 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെ ഉള്ളവർക്ക് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. വേണ്ടുന്ന ക്വാളിഫിക്കേഷൻ: മിനിമം 10ാം ക്ലാസ് യോഗ്യത ഉണ്ടായിരിക്കണം. പിന്നെ സൈക്കിൾ ചവിട്ടുവാനുള്ള കഴിവുണ്ടായിരിക്കണം. നമ്മുടെ സാധാ സൈക്കിള് അത് ചവിട്ടുവാനുള്ള കഴിവുണ്ടായിരിക്കും. 10ാം ക്ലാസ് യോഗ്യതയും സൈക്കിൾ ചവിട്ടാനുള്ള കഴിവുള്ള വ്യക്തിയാണെങ്കിൽ ഈ പറഞ്ഞ പിയൂൺ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അടുത്ത തസ്തികയുടെ കാറ്റഗറി നമ്പർ പറയാം. 147/2020. ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പേര് ദ കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ്. തസ്തികയുടെ പേര് ജൂനിയർ റിസപ്ഷനിസ്റ്റ് തസ്തികയിലേക്കാണ് ഒഴിവ് വന്നിരിക്കുന്നത്. ഒരു ഒഴിവാണ് ഈ തസ്തികയിലേക്ക് വന്നിരിക്കുന്നത്. അതിന് മാസത്തിൽ ലഭിക്കുന്ന ശമ്പളം സ്റ്റാർട്ടിങ്ങിൽ തന്നെ 12,070 രൂപ മുതൽ 32,830 രൂപ വരെയാണ് മാസത്തിൽ ശമ്പളമായിട്ട് കയ്യിൽ ലഭിക്കുന്നത്. പ്രായപരിധി പറഞ്ഞിരിക്കുന്നത് 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെ ഉള്ളവർക്ക് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. വേണ്ടുന്ന ക്വാളിഫിക്കേഷൻ: ഏതെങ്കിലും അംഗീകൃത സ്ഥാപനത്തിൽ നിന്നുള്ള ഡിഗ്രി ഉണ്ടായിരിക്കണം. പിന്നെ 2 വർഷത്തെ ഈ ഫീൽഡിനെ കുറിച്ചുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. ഈ റിസപ്ഷനിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഫീൽഡുകളിൽ ഈ ടെലിഫോണൊക്കെ എടുത്തും അതുപോലെ തന്നെ ഫാക്സ് ഓപ്പറേഷൻ ചെയ്തും ഇങ്ങനെയുള്ള എക്സ്പീരിയൻസ് ഉള്ളവർ, അംഗീകൃത സ്ഥാപനത്തിൽ നിന്ന് ഡിഗ്രിയും ഇങ്ങനെയുള്ള എക്സ്പീരിയൻസ് ഉള്ളവർ ഈ പറഞ്ഞ ജൂനിയർ റിസപ്ഷനിസ്റ്റ് എന്ന തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അടുത്ത കാറ്റഗറി നമ്പർ 146/2020. ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പേര് കേരള മുനിസിപ്പൽ കോമൺ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ്. തസ്തികയുടെ പേര് ഡ്രൈവർ ഗ്രേഡ് 2 തസ്തികയിലേക്കാണ് ഒഴിവ് വന്നിരിക്കുന്നത്. 2 ഒഴിവാണ് ഈ തസ്തികയിലേക്ക് വന്നിരിക്കുന്നത്. മാസത്തിൽ ലഭിക്കുന്ന ശമ്പളം സ്റ്റാർട്ടിങ്ങിൽ തന്നെ 18,000 രൂപ മുതൽ 41,500 രൂപ വരെയാണ് മാസത്തിൽ ശമ്പളമായിട്ട് കയ്യിൽ ലഭിക്കുന്നത്. പ്രായപരിധി പറഞ്ഞിരിക്കുന്നത് 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെ ഉള്ളവർക്ക് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് മലയാളം എഴുതാനും വായിക്കാനും അറിഞ്ഞിരിക്കണം. പിന്നെ തമിഴും കന്നഡയും കുറച്ച് അറിഞ്ഞിരിക്കണം. പിന്നെ വാലിഡ് ആയിട്ടുള്ള ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം. ഹെവി ഡ്യൂട്ടി വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ളവർക്ക് ഈ പറഞ്ഞ ഡ്രൈവർ ഗ്രേഡ് 2 എന്ന തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അടുത്ത കാറ്റഗറി നമ്പർ 145/2020. ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പേര് ഫാർമസ്യൂട്ടിക്കൽ കോർപ്പറേഷൻ കേരള ലിമിറ്റഡ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ്. തസ്തികയുടെ പേര് ലബോറട്ടറി അസിസ്റ്റൻ്റ് തസ്തികയിലേക്കാണ് ഒഴിവ് വന്നിരിക്കുന്നത്.
ഒരു ഒഴിവാണ് ഈ തസ്തികയിലേക്ക് വന്നിരിക്കുന്നത്. മാസത്തിൽ ലഭിക്കുന്ന ശമ്പളം സ്റ്റാർട്ടിങ്ങിൽ തന്നെ 19,000 രൂപ മുതൽ 43,600 രൂപ വരെയാണ് മാസത്തിൽ ശമ്പളമായിട്ട് കയ്യിൽ ലഭിക്കുന്നത്. അപേക്ഷിക്കുന്നവർക്കുള്ള പ്രായപരിധി പറഞ്ഞിരിക്കുന്നത് 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെയുള്ളവർക്ക് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. വേണ്ടുന്ന ക്വാളിഫിക്കേഷൻ അംഗീകൃത സ്ഥാപനത്തിൽ നിന്നുള്ള ബാച്ചിലർ ഡിഗ്രി ഇൻ ബോട്ടണിയിൽ ഉണ്ടായിരിക്കണം. അതിനോടൊപ്പം തന്നെ 1 ഇയർ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ളവർക്ക് ലബോറട്ടറി അസിസ്റ്റൻ്റ് എന്ന തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അടുത്ത കാറ്റഗറി നമ്പർ പറയാം. 144/2020. ഡിപ്പാർട്ട്മെൻറ്റ് പേര് കേരള ലൈവ് സ്റ്റോക്ക് ഡിപ്പാർട്ട്മെൻറ്റ് ബോർഡ് ലിമിറ്റഡ് എന്ന ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ്. തസ്തികയുടെ പേര് കോൺഫിഡൻ്റൽ അസിസ്റ്റൻ്റ് എന്ന തസ്തികയിലേക്കാണ് ഒഴിവ് വന്നിരിക്കുന്നത്. മാസത്തിൽ ലഭിക്കുന്ന ശമ്പളം സ്റ്റാർട്ടിങ്ങിൽ തന്നെ 20,000 രൂപ മുതൽ 45,800 രൂപ വരെയാണ് മാസത്തിൽ ശമ്പളമായിട്ട് കയ്യിൽ ലഭിക്കുന്നത്. പ്രായപരിധി പറഞ്ഞിരിക്കുന്നത് 18 വയസ്സ് മുതൽ 50 വയസ്സ് വരെ ഉള്ളവർക്ക് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. വേണ്ടുന്ന ക്വാളിഫിക്കേഷൻ BAയോ അല്ലെങ്കിൽ BSCയോ അല്ലെങ്കിൽ BComോ ഇതിലേതെങ്കിലും ഡിഗ്രി ഉണ്ടായിരിക്കണം. പിന്നെ ടൈപ്പ് റൈറ്റിംഗ് അറിഞ്ഞിരിക്കണം. അത് ഷോർട്ട് ഹാൻഡാണ്. ഇംഗ്ലീഷും മലയാളവും അറിഞ്ഞിരിക്കണം. അങ്ങനെയുള്ളവർക്ക് ഈ കോൺഫിഡൻ്റൽ അസിസ്റ്റൻ്റ് എന്ന തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അടുത്ത കാറ്റഗറി നമ്പർ 143/2020. ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പേര് കേരള ലൈവ് സ്റ്റോക്ക് ഡെവലപ്മെൻറ്റ് ബോർഡ് ലിമിറ്റഡ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ്. തസ്തികയുടെ പേര് കോൺഫിഡൻ്റൽ അസിസ്റ്റൻ്റ് തസ്തികയിലേക്കാണ് ഒഴിവ് വന്നിരിക്കുന്നത്. മാസത്തിൽ ലഭിക്കുന്ന ശമ്പളം സ്റ്റാർട്ടിങ്ങിൽ തന്നെ 20,000 രൂപ മുതൽ 45,800 രൂപ വരെയാണ് മാസത്തിൽ ശമ്പളമായിട്ട് കയ്യിൽ ലഭിക്കുന്നത്. ഒഴിവുകൾ വന്നിരിക്കുന്നത് 4 ഒഴിവുകളാണ് ഈ തസ്തികയിലേക്ക് വന്നിരിക്കുന്നത്. അപേക്ഷിക്കുന്നവർക്കുള്ള പ്രായപരിധി പറഞ്ഞിരിക്കുന്നത് 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെ ഉള്ളവർക്ക് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. വേണ്ടുന്ന ക്വാളിഫിക്കേഷൻ BA പഠിച്ചവർക്കോ അല്ലെങ്കിൽ BSc പഠിച്ചിട്ടുള്ളവർക്കോ അല്ലെങ്കിൽ BCom ഡിഗ്രി ഉള്ളവർക്ക് ഇതിലേതെങ്കിലും ഡിഗ്രി ഉള്ളവർക്ക് ഈ പറഞ്ഞ കോൺഫിഡൻ്റൽ അസിസ്റ്റൻ്റ് എന്ന തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അടുത്ത തസ്തികയുടെ കാറ്റഗറി നമ്പർ പറയാം. 142/2020. ഡിപ്പാർട്ട്മെൻറ്റ് പേര് കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈ കോർപ്പറേഷൻ ലിമിറ്റഡ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ്. തസ്തികയുടെ പേര് ജൂനിയർ മാനേജർ ഇൻഫർമേഷൻ മാനേജ്മെൻറ്റ് തസ്തികയിലേക്കാണ് ഒഴിവ് വന്നിരിക്കുന്നത്. 2 ഒഴിവാണ് ഈ തസ്തികയിലേക്ക് വന്നിരിക്കുന്നത്. മാസത്തിൽ ലഭിക്കുന്ന ശമ്പളം സ്റ്റാർട്ടിങ്ങിൽ തന്നെ 20,740 രൂപ മുതൽ 36,140 രൂപ വരെയാണ് മാസത്തിൽ ശമ്പളമായിട്ട് കയ്യിൽ ലഭിക്കുന്നത്. പ്രായപരിധി പറഞ്ഞിരിക്കുന്നത് 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെ ഉള്ളവർക്ക് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാം. വേണ്ടുന്ന ക്വാളിഫിക്കേഷൻ MCA പഠിച്ചവർക്കോ അല്ലെങ്കിൽ MSc കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചവർക്കോ അല്ലെങ്കിൽ BTech കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചവർക്കോ അല്ലെങ്കിൽ BTech ഇൻഫർമേഷൻ ടെക്നോളജി പഠിച്ചവർക്കോ അല്ലെങ്കിൽ BTech ഇലക്ട്രോണിക്സ് അതിനോടൊപ്പം തന്നെ 1 ഇയർ ഡിപ്ലോമ ഇൻ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് കോഴ്സ് പഠിച്ചിട്ടുള്ളവർക്കോ അല്ലെങ്കിൽ BSc കമ്പ്യൂട്ടർ സയൻസും അതിനോടൊപ്പം തന്നെ MBA 2 വർഷം കംപ്ലീറ്റ് ചെയ്തവർക്കോ അല്ലെങ്കിൽ BTech പഠിച്ചവർക്കും MBA പഠിച്ചവർക്കും. അപ്പോൾ ഇതിൽ ഏതെങ്കിലുമൊക്കെ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് ഈ പറഞ്ഞ ജൂനിയർ മാനേജർ ഇൻഫർമേഷൻ മാനേജ്മെൻറ്റ് തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അടുത്ത തസ്തികയുടെ കാറ്റഗറി നമ്പർ പറയാം. 141/2020. ഡിപ്പാർട്ട്മെൻറ്റ് പേര് കേരള ആഗ്രോ മെഷീനറി കോർപ്പറേഷൻ ലിമിറ്റഡ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ്. തസ്തികയുടെ പേര് സൂപ്രണ്ട് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് തസ്തികയിലേക്കാണ് ഒഴിവ് വന്നിരിക്കുന്നത്. ഏകദേശം 1 ഒഴിവാണ് ഈ തസ്തികയിലേക്ക് വന്നിരിക്കുന്നത്. മാസത്തിൽ ലഭിക്കുന്ന ശമ്പളം സ്റ്റാർട്ടിങ്ങിൽ തന്നെ 20,740 രൂപ മുതൽ 36,140 രൂപ വരെയാണ് മാസത്തിൽ ശമ്പളമായിട്ട് കയ്യിൽ ലഭിക്കുന്നത്. അപേക്ഷിക്കുന്നവർക്കുള്ള പ്രായപരിധി പറഞ്ഞിരിക്കുന്നത് 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം. വേണ്ടുന്ന ക്വാളിഫിക്കേഷൻ അംഗീകൃത സ്ഥാപനത്തിൽ നിന്ന് പേഴ്സണൽ മാനേജ്മെൻറ്റിൻ്റെ ഡിഗ്രി ഉണ്ടായിരിക്കണം. ഡിഗ്രി ഇല്ല എങ്കിൽ ഡിപ്ലോമ ഇൻ പേഴ്സണൽ മാനേജ്മെൻറ്റ് ഉണ്ടായിരിക്കണം. ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒരു കോഴ്സ് പഠിച്ചിരിക്കണം. അതിനോടൊപ്പം തന്നെ LLB വിത്ത് ലേബർ ലോ സ്പെസിഫിക്കേഷൻ. അപ്പോൾ LLB കുറിച്ചുള്ള ലേബർ ലോയെക്കുറിച്ച് അറിഞ്ഞിരിക്കണം. അങ്ങനെയുള്ളവർക്ക് ഈ പറഞ്ഞ സൂപ്രണ്ട് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് എന്ന തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അടുത്ത തസ്തികയുടെ കാറ്റഗറി നമ്പർ പറയാം. 140/2020. ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പേര് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ്. തസ്തികയുടെ പേര് ട്രേഡ് ഇൻസ്ട്രക്ടർ ഗ്രേഡ് 2 എന്ന തസ്തികയിലേക്കാണ് ഒഴിവ് വന്നിരിക്കുന്നത്. മാസത്തിൽ ലഭിക്കുന്ന ശമ്പളം സ്റ്റാർട്ടിങ്ങിൽ തന്നെ 25,200 രൂപ മുതൽ 54,000 രൂപ വരെയാണ് മാസത്തിൽ ശമ്പളമായിട്ട് കയ്യിൽ ലഭിക്കുന്നത്. പ്രായപരിധി 18 തൊട്ട് 36 വരെ ഉള്ളവർക്ക് അപേക്ഷിക്കാം. വേണ്ടുന്ന ക്വാളിഫിക്കേഷൻ ടെക്നിക്കൽ ഹൈസ്കൂൾ ലിവിംഗ് സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് അപേക്ഷിക്കാം.
പിന്നെ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള ട്രേഡ് അറിയാവുന്നവർക്ക് അപേക്ഷിക്കാം. മിനിമം 10ാം ക്ലാസ് യോഗ്യതയുള്ളവർക്കും അപേക്ഷിക്കാം. ഇതിലേതെങ്കിലും യോഗ്യതയുള്ളവർക്ക് ഈ പറഞ്ഞ ട്രേഡ് ഇൻസ്ട്രക്ടർ ഗ്രേഡ് 2 എന്ന തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അടുത്ത കാറ്റഗറി നമ്പർ 139/2020. ഡിപ്പാർട്ട്മെൻറ്റ് പേര് പോലീസ് ഫിംഗർ പ്രിൻറ്റ് ബ്യൂറോ ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ്. തസ്തികയുടെ പേര് ഫിംഗർ പ്രിൻറ്റ് സെർച്ചർ തസ്തികയിലേക്കാണ് ഒഴിവ് വന്നിരിക്കുന്നത്. മാസത്തിൽ ലഭിക്കുന്ന ശമ്പളം സ്റ്റാർട്ടിങ്ങിൽ തന്നെ 30,700 രൂപ മുതൽ 65,400 രൂപ വരെയാണ് മാസത്തിൽ ശമ്പളമായിട്ട് കയ്യിൽ ലഭിക്കുന്നത്. ഒരു ഒഴിവാണ് ഈ തസ്തികയിലേക്ക് വന്നിരിക്കുന്നത്. പ്രായപരിധി പറഞ്ഞിരിക്കുന്നത് 18 തൊട്ട് 36 വരെ ഉള്ളവർക്ക് അപേക്ഷിക്കാം. വേണ്ടുന്ന ക്വാളിഫിക്കേഷൻ BSc ഡിഗ്രി ഇൻ കെമിസ്ട്രിയിൽ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ BSc ഡിഗ്രി ഇൻ ഫിസിക്സിൽ ഉണ്ടായിരിക്കണം. ഇതിൽ ഏതെങ്കിലും ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് ഈ പറഞ്ഞ ഫിംഗർ പ്രിൻറ്റ് സെർച്ചർ എന്ന തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അടുത്ത കാറ്റഗറി നമ്പർ 138/2020. ഡിപ്പാർട്ട്മെൻറ്റ് പേര് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്. തസ്തികയുടെ പേര് റിസർച്ച് ഓഫീസർ തസ്തികയിലേക്കാണ് ഒഴിവ് വന്നിരിക്കുന്നത്. അപ്പോൾ മാസത്തിൽ ലഭിക്കുന്ന ശമ്പളം സ്റ്റാർട്ടിങ്ങിൽ തന്നെ 36,600 രൂപ മുതൽ 79,200 രൂപ വരെയാണ് മാസത്തിൽ ശമ്പളമായിട്ട് കയ്യിൽ ലഭിക്കുന്നത്. പ്രായപരിധി 20 തൊട്ട് 36 വരെ ഉള്ളവർക്ക് അപേക്ഷിക്കാം. വേണ്ടുന്ന ക്വാളിഫിക്കേഷൻ ഫസ്റ്റ് ക്ലാസ്സോ അല്ലെങ്കിൽ സെക്കൻഡ് ക്ലാസ്സോ, പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഇൻ എക്കണോമിക്സിലോ അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി സ്റ്റാറ്റിസ്റ്റിക്സിലോ അല്ലെങ്കിൽ മാത്തമാറ്റിക്സിലോ, ഇതിലേതെങ്കിലും ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് ഈ പറഞ്ഞ റിസർച്ച് ഓഫീസർ എന്ന തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അടുത്ത കാറ്റഗറി നമ്പർ 137/2020. കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ്. തസ്തികയുടെ പേര് നെറ്റ്വർക്ക് അഡ്മിനിസ്ട്രേറ്റർ തസ്തികയിലേക്കാണ് ഒഴിവ് വന്നിരിക്കുന്നത്. ഒരു ഒഴിവാണ് ഈ തസ്തികയിലേക്ക് വന്നിരിക്കുന്നത്. പ്രായപരിധി പറഞ്ഞിരിക്കുന്നത് 18 തൊട്ട് 36 വരെ ഉള്ളവർക്ക് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാം. മാസത്തിൽ ലഭിക്കുന്ന ശമ്പളം സ്റ്റാർട്ടിങ്ങിൽ തന്നെ 36,600 രൂപ മുതൽ 79,200 വരെയാണ് മാസത്തിൽ ശമ്പളമായിട്ട് കയ്യിൽ ലഭിക്കുന്നത്. വേണ്ടുന്ന ക്വാളിഫിക്കേഷൻ BTech കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചവർക്ക് അല്ലെങ്കിൽ അതിന് തത്തുല്യമായ യോഗ്യത ഉള്ളവർക്കും ഈ പറഞ്ഞ നെറ്റ്വർക്ക് അഡ്മിനിസ്ട്രേറ്റർ എന്ന തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അടുത്ത കാറ്റഗറി നമ്പർ 136/2020. ഡിപ്പാർട്ട്മെൻറ്റ് പേര് ഹെൽത്ത് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ്. തസ്തികയുടെ പേര് ക്ലിനിക്കൽ ഫിസിയോളജിസ്റ്റ് തസ്തികയിലേക്കാണ് ഒഴിവ് വന്നിരിക്കുന്നത്. മാസത്തിൽ ലഭിക്കുന്ന ശമ്പളം സ്റ്റാർട്ടിങ്ങിൽ തന്നെ 39,500 രൂപ മുതൽ 83,000 രൂപ വരെയാണ് മാസത്തിൽ ശമ്പളമായിട്ട് കയ്യിൽ ലഭിക്കുന്നത്. 2 ഒഴിവുകളാണ് ഈ തസ്തികയിലേക്ക് വന്നിരിക്കുന്നത്. പ്രായപരിധി 23 തൊട്ട് 36 വരെയുള്ളവർക്ക് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാം. വേണ്ടുന്ന ക്വാളിഫിക്കേഷൻ MSc ക്ലിനിക്കൽ ഫിസിയോളജി പഠിച്ചവർക്കോ അല്ലെങ്കിൽ അതിന് തത്തുല്യമായ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും അപേക്ഷിക്കാം. അടുത്ത കാറ്റഗറി നമ്പർ പറയാം. 133/2020 മുതൽ 135/2020 വരെ. ഡിപ്പാർട്ട്മെൻറ്റ് പേര് ദ കേരള നാഷണൽ സേവിംഗ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ്. തസ്തികയുടെ പേര് അസിസ്റ്റൻറ്റ് ഡയറക്ടർ ഓഫ് നാഷണൽ എന്ന തസ്തികയിലേക്കാണ് ഒഴിവ് വന്നിരിക്കുന്നത്. മാസത്തിൽ ലഭിക്കുന്ന ശമ്പളം 39,500 രൂപ മുതൽ 83,000 രൂപ വരെയാണ് മാസത്തിൽ ശമ്പളമായിട്ട് കയ്യിൽ ലഭിക്കുന്നത്. പ്രായപരിധി 18 തൊട്ട് 36 വരെ ഉള്ളവർക്ക് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാം. വേണ്ടുന്ന ക്വാളിഫിക്കേഷൻ അംഗീകൃത സ്ഥാപനത്തിൽ നിന്നുള്ള ഗ്രാജുവേറ്റ് ഡിഗ്രി ഉണ്ടെങ്കിൽ ഏതെങ്കിലും സബ്ജക്റ്റിലുള്ള ഗ്രാജുവേറ്റ് ഡിഗ്രി മതി. അങ്ങനെയുള്ളവർക്ക് അപേക്ഷിക്കാം. ഇത് എസെൻഷ്യൽ ആയിട്ടുള്ള ക്വാളിഫിക്കേഷനാണ്. ഡിസേബിൾ ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും അപേക്ഷിക്കാം. ഈ ഫീൽഡിനെ കുറിച്ചുള്ള എക്സ്പീരിയൻസ് ഉള്ളവരാണെങ്കിൽ അവർക്കും ഈ പറഞ്ഞ അസിസ്റ്റൻറ്റ് ഡയറക്ടർ ഓഫ് നാഷണൽ സേവിംഗ് എന്ന തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അടുത്ത കാറ്റഗറി നമ്പർ പറയാം. 132/2020. ഡിപ്പാർട്ട്മെൻറ്റ് പേര് കേരള ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ്. തസ്തികയുടെ പേര് അസിസ്റ്റൻറ്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ തസ്തികയിലേക്കാണ് ഒഴിവ് വന്നിരിക്കുന്നത്. മാസം ലഭിക്കുന്ന ശമ്പളം സ്റ്റാർട്ടിങ്ങിൽ തന്നെ 39,500 രൂപ മുതൽ 83,000 രൂപ വരെയാണ് മാസത്തിൽ ശമ്പളമായിട്ട് കയ്യിൽ ലഭിക്കുന്നത്. പ്രായപരിധി 22 മുതൽ 36 വയസ്സ് വരെ ഉള്ളവർക്ക് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാം. വേണ്ടുന്ന ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് ഡിഗ്രി ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്. ഈ യോഗ്യതയുള്ളവർക്ക് അസിസ്റ്റൻറ്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ എന്ന തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ജോലിയുടെ വേക്കൻസി കണ്ടല്ലോ. കേരള PSCയുടെ നിരവധി തസ്തികയിലേക്കാണ് ഒഴിവ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത്രയും വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് പറയാനുള്ള കാരണം നിങ്ങൾക്ക് യോഗ്യരായിട്ടുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ വേഗം ഈ ജോലികൾക്ക് വേണ്ടി അപേക്ഷിക്കുക. കേരള PSC നിരവധി തസ്തികയിലേക്കാണ് ഒഴിവുകൾ വിട്ടിരിക്കുന്നത്. അപ്പോൾ യോഗ്യരായിട്ടുള്ളവർ വേഗം നിങ്ങളുടെ സമയം കളയരുത്. തന്നിരിക്കുന്ന സമയത്തിന് വേഗം തന്നെ ഈ ജോലിക്ക് വേണ്ടി അപേക്ഷിക്കുക. കേരള സർക്കാരിൻ്റെ ജോലിയാണ്. മാസത്തിൽ നല്ല ശമ്പളവും ലഭിക്കും. പ്രായപരിധി മിനിമം 18 തൊട്ട് 36 വയസ്സ് വരെ ഉള്ളവർക്കൊക്കെ അപേക്ഷിക്കാം. അതുകൊണ്ട് യോഗ്യരായിട്ടുള്ളവർ വേഗം ഈ വരുന്ന പറഞ്ഞ തസ്തികയിലേക്കൊക്കെ അപേക്ഷിക്കുക. PSC ഇതിനു മുമ്പ് രജിസ്റ്റർ ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ, ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ വേഗം PSC രജിസ്റ്റർ ചെയ്യുക. അതിനുള്ള വെബ്സൈറ്റ് പറയാം. www.kerala
kerala.psc.com എന്ന വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ PSC നിങ്ങൾക്ക് ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഇനി നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാൻ അറിയത്തില്ലെങ്കിൽ അടുത്തുള്ള അക്ഷയ സെൻറ്ററുകളിലോ കമ്പ്യൂട്ടർ സെൻറ്ററുകളിലോ പോയി PSC രജിസ്റ്റർ ചെയ്യുക. നേരത്തെ PSC രജിസ്റ്റർ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ ഗൂഗിളിലോ ക്രോമിലോ പോയി PSC തുളസി എന്ന് എൻട്രി ചെയ്തതിന് ശേഷം നിങ്ങളുടെ യൂസർ നെയിമും പാസ്വേഡും അടിച്ച് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ പ്രൊഫൈലിൽ കയറിയതിന് ശേഷം ഓൺലൈൻ തന്നെ ആയിട്ട് ഈ പറഞ്ഞ യോഗ്യരായിട്ടുള്ള പേരുണ്ടെങ്കിൽ നിങ്ങൾ ആ ജോലിക്ക് വേണ്ടി അപേക്ഷിക്കുക. അപേക്ഷിച്ചതിന് ശേഷം നിങ്ങൾക്ക് ചെറിയൊരു എക്സാം ഉണ്ടായിരിക്കും. എക്സാമിൽ നിന്ന് യോഗ്യരായിട്ടുള്ളവരെയാണ് ഈ ജോലിക്ക് വേണ്ടി തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ നിരവധി അവസരങ്ങൾ വന്നിട്ടുണ്ട്. ഈ അവസരം നിങ്ങളുടെ ജീവിതത്തിൽ പാഴാക്കരുത്. ഈ വിലപ്പെട്ട ഇൻഫോർമേഷൻ നിങ്ങളുടെ ജീവിതത്തിൽ പ്രയോജനപ്പെടുത്തുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഈ ഇൻഫോർമേഷൻ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. കേരള സർക്കാർ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഇതുപോലുള്ള ജോബിൻ്റെയൊക്കെ ഇൻഫോർമേഷൻ അവരുടെ ജീവിതത്തിൽ വളരെ പ്രയോജനകരമായി തീരും. നിങ്ങൾക്ക് ഈ ജോലിയുടെ ഇൻഫോർമേഷൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്യാതിരിക്കരുത്. തീർച്ചയായിട്ടും ഈ ചാനൽ ലൈക്ക് ചെയ്യുക. ഇനിയും ഇതുപോലുള്ള ഗവൺമെൻറ് ജോലികളെക്കുറിച്ച് നിങ്ങൾക്ക് അറിയുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താഴെ കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. പുതിയ പുതിയ വീഡിയോസുകളുമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതായിരിക്കും. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബായ്.